ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു മഞ്ഞുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല, പക്ഷേ ഈ മഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ചുമ്മാ ഒന്ന് വ്ളോഗ് എടുക്കാമെന്ന്. ഈ മഞ്ഞൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് നമ്മുടെ ചാനലിലുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റ് പതിവ് പോലെ വെള്ളമൊക്കെ തിളപ്പിച്ചു. പഴഞ്ചോറ് ഇച്ചിരി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ധ്യാനോട്ടൻ അച്ചുകൂട്ടനൊന്നും എണീറ്റിട്ടില്ല, ഇന്ന് സ്കൂളുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ ഇച്ചിരി അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പവും കടലക്കറിയാണ് കേട്ടോ. തേങ്ങ അരയ്ക്കാണ്ട് വെക്കണ കടലക്കറിയില്ലേ, ആ ഒരു കടലക്കറിയാണ്. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ട് ബാക്കി കാര്യം നോക്കണം. ഇന്നിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ വന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ചിലപ്പോൾ വരാം എന്നാണ് പറഞ്ഞേക്കണേ, ചിലപ്പം വരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉറപ്പില്ലാത്ത ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് തിരക്കുണ്ട്, സമയം കിട്ടുവാണെങ്കിൽ ഇന്ന് വരാം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. വരുമോ എന്ന് അറിയാൻ മേലാത്ത കാരണം. അപ്പോൾ ഇന്നലത്തെ മീൻ ഇച്ചിരി ഇരിപ്പുണ്ട്, അയല മീനാണ്, അതിന്ന് കറി വെക്കണം. പിന്നെ പയറുണ്ട്, പൊളിപ്പയറാണ്. ഇന്നിപ്പോൾ പൊളിപ്പയർ പൊളിച്ചൊന്നും വെച്ചിട്ടില്ല, അത് ഇന്ന് പൊളിക്കണം. അപ്പോൾ അതൊന്ന് തോരനായിട്ടും വെക്കാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അവൻ വരുവാണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഇറച്ചി എന്തെങ്കിലും വാങ്ങാം എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അപ്പത്തിന് പഞ്ചസാരയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ കടലയാണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സവോള അരിയാൻ നോക്കിയപ്പോഴാണ് കത്തിക്കാണെങ്കിൽ കഴുത്തിൻ്റെ കണ്ടിച്ചാൽ മുറിയലാത്ത രീതിയിലുള്ള മൂർച്ചയായിരുന്നു. ഒരു രക്ഷയില്ല. സവോളയ്ക്കായിട്ട് അരിഞ്ഞിട്ടാണെങ്കിൽ സവോളയൊക്കെ അങ്ങ് തെന്നി തെറിച്ച് പോവുകയാണ്, ആ രീതിയിലായിരുന്നു അരിയൽ. അപ്പോൾ ഇനിയിപ്പോൾ കത്തി ഒന്ന് തേച്ചിട്ട് കൊണ്ടുവരാനുള്ളൊരു സമയമൊട്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അതെടുത്തിട്ട് കഴുകിയിട്ട് വീണ്ടും അരിയുവാണ് കേട്ടോ. കത്തിക്ക് മൂർച്ച പോകുമ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പോകും. ഇതിനാണെങ്കിൽ മൂർച്ച വെച്ചാൽ കൂടാൻ ഇച്ചിരി പാടുമാണ് കേട്ടോ. നമ്മുടെ ആ കത്തി മൂർച്ച കൂടുന്ന സംഭവമൊക്കെ അതിൻ്റെയൊക്കെ ഇടപാട് തീർന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പോൾ അതെല്ലാം ഇട്ട് ഉരച്ചാലും അങ്ങനെ അങ്ങ് എന്നാ പറയണേ, മൂർച്ച അങ്ങ് ആവിയല്ല. അരകല്ലിൽ ഇട്ടൊക്കെ ഉരച്ചരച്ചരച്ച് കുറച്ചൊക്കെ ആക്കി വെക്കും, എന്നാലും ഒന്നും കഴിയുമ്പോഴത്തേനും ഇല്ല. പിന്നെ കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ നമുക്ക് സവാള അരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിക്കട കുടുകുടാന്ന് കണ്ണുനീര് വരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ അരിഞ്ഞു വെച്ചു. അപ്പോൾ കടലക്കറി പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള കടലക്കറിയാണ്. 2 സവാളയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല, ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കണേ. പിന്നെ എന്തായിരുന്നു, ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എന്നായിരുന്നു, പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയും കൂടെ ഇട്ടിട്ട് അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ. അപ്പോൾ അത്രയും കൂടെ ഇട്ടിട്ട് പച്ചപ്പമണം മാറിക്കഴിയുമ്പം കടല ഇതെല്ലാം കൂടെ ചൂടാറിയിട്ട് അരച്ചിട്ട് ഇച്ചിരി കടലയും കൂടെ ചേർത്ത് അരച്ചിട്ട് തിളപ്പിക്കും. ലാസ്റ്റ് കടുക് താളിക്കും. അത്രയേ ഉള്ളൂ കടലക്കറി എന്ന് പറയാനായിട്ട്. തേങ്ങാക്കൊത്തിട്ട് എന്നതാണോ കടുക് താളിക്കണം കേട്ടോ. തേങ്ങാക്കൊത്തും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കടുക് താളിക്കും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനൊക്കെ പുട്ടിനൊക്കെ കൂട്ടാൻ പറ്റുന്നൊരു കടലക്കറിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അപ്പം ചുട്ടു. അന്നേരത്തെ അച്ചുക്കുട്ടൻ എണീറ്റ് വന്നിട്ട് ബ്രഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീണ്ടും പുറകുവശത്തും മഞ്ഞങ്ങ് പോയിട്ടില്ല കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ വേഗം അപ്പം ചൂടാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്കും ഞാനിതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ബിനോട്ടൻ എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ചായ വേണം കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു 10 മണിയായാലും വിശക്കുകയല്ലാത്തൊരു ടൈപ്പാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഹസ്ബൻഡ്. അപ്പം തന്നെ 7 മണിയാകുമ്പോൾ ചായ കൊടുക്കാൻ എനിക്ക് അത്രയും സന്തോഷമാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്ര നേരമായിട്ട് ആയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പയർ പൊളിക്കാനായിട്ട് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് 1/2 കിലോ പയർ വാങ്ങിയതാ. ഒരു പകുതി എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കറി വെച്ചായിരുന്നോ, ഇല്ല, ഇത് ആദ്യത്തെ ട്രിപ്പാണ്, മറന്നുപോയി. പകുതി എടുത്ത് കറി വെക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് പയറിന് ഇത്രയാണ് കേട്ടോ വില, അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഉപയോഗിക്കുക എന്നുള്ളൊരു ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി പൊളിച്ചിട്ട് പകുതി എടുത്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് അപ്പം ചൂടുന്നുണ്ട്.
കടലയുടെ ഇത് വഴറ്റാനായിട്ട് വെച്ചേക്കണേ അതും അവിടെ ഇരുന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് പയറും കൂടെ പൊളിക്കാമെന്ന് വെച്ചു. അപ്പോൾ അന്നേരത്തേക്കും എന്താ നമ്മുടെ കടലക്കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കണം. അതിനുള്ള കടുക് താളിക്കുന്ന ഭാഗമാണ്. ഞാൻ പറഞ്ഞ കണക്ക് ഉള്ളിയും ഈ സമയത്ത് നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ അതും ആയി. പിന്നെ അച്ചുക്കൂട്ടനും ധ്യാനൂട്ടനും സ്കൂളിൽ വിട്ടിട്ട് മീൻകറി വെക്കാമെന്ന് വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ട്. പകുതി പതുക്കെ ഇരുന്ന് ചെയ്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ വേറെ ഉച്ചയ്ക്ക് ചോറിനും ബിനോട്ടനങ്ങ് വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അവർക്ക് അച്ചുകൂട്ടനും ധ്യാനൂട്ടനും പോയി ഉള്ള അപ്പമൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പവും കടലക്കറിയും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പയർ അടുപ്പേ വെക്കുന്നുണ്ട് കേട്ടോ. പയർ തോരനായിട്ടാണ്. അപ്പോൾ അത് ഇച്ചിരി ഉപ്പും വെള്ളം ഒഴിച്ച് കറിവേപ്പില ഇട്ടങ്ങ് വേവിക്കും. വെന്ത് വന്നു കഴിയുമ്പോൾ തേങ്ങ അരച്ചതും കാന്താരിമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അരച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു. അന്നേരത്തേക്കും ധ്യാനൂട്ടൻ ആവി പിടിക്കണ ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ എല്ലാത്തിനും തണുപ്പിറങ്ങിയോടുകൂടി എല്ലാം കൂടെ അവശതയായി. ഞാനും അവശതയായിരുന്നു ഇന്ന്. വേറെ നല്ല കഫക്കെട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയായിരിക്കും കേട്ടോ. പിന്നെ ഒരു രക്ഷയില്ല. തല അനക്കാൻ പറ്റത്തില്ല. തലയ്ക്കിങ്ങനെ പുറകിലിങ്ങനെ എന്തോ ഇങ്ങനെ അനക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഇങ്ങനെ തലയ്ക്ക് തണക്കാനാന്ന് പറയല്ലേ എന്ന് പറഞ്ഞ കണക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ബിനോട്ടനോട് ഇരിപ്പുണ്ട്. മക്കൾ സ്കൂളിൽ പോയി. അപ്പോൾ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മുറ്റടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ അലക്കാനുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് കയറി വന്നത്. അപ്പോൾ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ മുളക് കുറേ പഴുത്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും വീട് മാറുവാണെങ്കിൽ ഇതിൻ്റെ അരി എന്തായാലും കൊണ്ടുപോകണമെന്ന് വെച്ചു. കാരണം ഈ ഒരു മുളക് നല്ല മുളകാണ്. ആദ്യം ഒരു വലിയ എരിവൊന്നും ഇല്ലായിരുന്നു എങ്കിലും പിന്നെ ആയപ്പോൾ ഇതിന് നല്ല എരിവായി തുടങ്ങി കേട്ടോ. മഴക്കാലത്തായിട്ട് എരിവ് കുറവ്. പക്ഷേ അല്ലാത്തപ്പോൾ നമുക്ക് തോരനൊക്കെ അരിഞ്ഞിട്ടാൽ എരിവുണ്ട്. പിന്നെ നമുക്ക് ഈ വറുത്ത് കൂട്ടാനും നല്ല മുളകാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പഴുത്തമൊക്കെ ഒന്ന് പറിച്ച് ഉണങ്ങാനായിട്ട് വെച്ചു. അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു കേട്ടോ. ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വീഡിയോ പറയണമെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നും പോയി റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊന്നും കിട്ടണില്ലേ. പിന്നെ ഫ്രോക്ക് നൈറ്റിയൊക്കെ വേണ്ടവർ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാനിവിടെ സൈഡിൽ ഇട്ടേക്കാം. പിന്നെ മീൻകറി വെക്കുകയാണ് കേട്ടോ. മീൻകറി വേറൊന്നുമല്ലോ, നമ്മുടെ ഇലക്കറിയല്ലേ. അതിന് ഇച്ചിരി എണ്ണയിൽ ഇച്ചിരി ഉലുവയും കടുകും കൂടെ പൊട്ടിച്ചിട്ട് ഉലുവ പൊട്ടി വരുമ്പോൾ കടുക് ഇട്ട് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും ഇട്ട് പതിയെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചപ്പോണം മാറി കഴിയുമ്പം വെള്ളം ഒഴിച്ച് പുളിയിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റി വന്നു കഴിയുമ്പം തേങ്ങ അരച്ച് ഇച്ചിരി ചേർക്കും. തേങ്ങ അരച്ച് ചേർത്തിട്ട് അത് അരപ്പ് തിളച്ച് വന്നു കഴിയുമ്പം മീനും ഇട്ടെടുക്കും. നമ്മുടെ സാധാ മീൻകറി, തേങ്ങ അരച്ച അയലക്കറി. അപ്പം അതിനുള്ള തേങ്ങ ചിരണ്ടുന്ന ഭാഗമാണ്. തേങ്ങ ചിരണ്ടി അത്യാവശ്യം അരച്ച് വെച്ചപ്പോഴത്തേക്കും അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലായിരുന്നു കേട്ടോ. കാശ്മീരി ഉണ്ടെങ്കിൽ എരിവ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇച്ചിരി എരിവ് കുറവുണ്ട് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്. അപ്പോൾ അതവിടെ ഇട്ടു. അപ്പോൾ അതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഓഫാക്കിയിട്ടും കിടന്ന് തിളയ്ക്കണതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യുവാണ്. ഇപ്പോൾ വേറൊന്നുമില്ല, നമ്മളത് രാവിലെ എന്നും ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ സോപ്പിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റൗ ഒക്കെ ഒന്ന് തേച്ച് കഴുകി അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് പതിയെ അങ്ങ് തുടച്ചെടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആളുകൾക്ക് എല്ലാം കണ്ട് ബോറടിച്ചിരിക്കുന്ന വിഭവങ്ങൾ ഇതൊക്കെ. അല്ലാതെ നമുക്ക് വീഡിയോയിൽ കുറേയൊക്കെ മാറ്റം വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാവുമെന്നറിയില്ല. അപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. മാമൻ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. അച്ചുക്കുട്ടൻ ഞാനോട്ടന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തലവേദനയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ
ഇവൻ വന്നപ്പോഴാണ് വരുവാന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എണീറ്റത്. അപ്പോൾ അതാ അച്ചുക്കുട്ടനും ധ്യാനേട്ടനും സൈക്കിള് കാണിച്ചു കൊടുക്കാൻ പോകണമാണ് കേട്ടോ. ധ്യാനേട്ടനും ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുക്കണതാണ് മാമനെ ചവിട്ടി കാണിച്ചു കൊടുക്കണം, അച്ചുക്കുട്ടൻ കാണിച്ചു കൊടുക്കണം. മാമൻ കുറച്ച് മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവന്മാരിന്ന് കഴിക്കുവാണ്. അവൻ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. ഒത്തിരി നേരമൊന്നും നിന്നില്ല. മന്തി എന്ന് പറഞ്ഞ അച്ചുക്കുട്ടൻ ഇവിടെ എന്നും വിളിച്ച് പറിച്ചിലായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ. പക്ഷേ അന്നേരം ഇപ്രാവശ്യം ഇങ്ങനെ പപ്പ ഇങ്ങനെ പോയതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ മുതൽ അച്ചുക്കുട്ടനെ ഒന്ന് വിളിക്കണം, മാമ മന്തി എന്നും പറഞ്ഞുകൊണ്ട് വിളിയാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് മന്തി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ് കുഞ്ഞാവയല്ല എൻ്റെ അനിയൻ, കുഞ്ഞാവെന്ന് ഞാൻ വിളിക്കണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനപ്പം തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുഞ്ഞൊരു വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്